56-ാം ദിവസം നടന്ന ക്യാപ്റ്റൻസി ടാസ്ക്, സ്പോൺസേഡ് ടാസ്ക്, അതുമായി ബന്ധപ്പെട്ട വഴക്കുകൾ, ഇന്നലെ പിണങ്ങി നിന്ന സജനയെ അനുനയിപ്പിക്കൽ, ഇതെല്ലാം 57-ാം എപ്പിസോഡിലുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. വീക്കെൻഡ് എപ്പിസോഡായിരുന്നെങ്കിലും വിഷു സ്പെഷ്യൽ എപ്പിസോഡ് ഉള്ളതിനാൽ മോഹൻലാൽ എപ്പിസോഡിലെത്തിയിട്ടില്ല. എന്നെ തല്ലേണ്ടമ്മാവ, ഞാൻ നന്നാവില്ല എന്ന പാട്ട് കേട്ടാണ് വീട്ടുകാർ എഴുന്നേറ്റത്. അതിനുശേഷം തലേ ദിവസത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് രമ്യയും ക്യാപ്റ്റൻ മണിക്കുട്ടനും സ്റ്റോർ റൂമിൽ സംസാരിക്കുന്ന ഒരു രംഗം കാണാം. മോർണിംഗ് ആക്ടിവിറ്റിയായിട്ട് ലഭിച്ചത് അഡോണിയുടെ ലാഫിംഗ് തെറാപ്പിയായിരുന്നു. അഡോണി ഓരോരുത്തരോടും അവരുടെ ചിരിയുടെ രഹസ്യം എന്താണെന്ന് ചോദിച്ചു. പൊതുവെ ഒരു സീരിയസ് ആക്ടിവിറ്റിയായി അത് മുന്നോട്ട് പോയി. ഒരു റെയിൻ ക്ലാപ്പോടുകൂടി ആക്ടിവിറ്റി അവസാനിപ്പിച്ചുകൊണ്ട് ചിരിക്കാൻ സാധിക്കുന്നത് മനസ്സ് തുറന്ന് മിണ്ടുമ്പോഴാണ് എന്ന് പറഞ്ഞ് അഡോണി അവസാനിപ്പിക്കുന്നു. തുടർന്ന് ഒരു കൂട്ടം മത്സരാർത്ഥികൾ ചേർന്ന് ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന സന്ധ്യയുടെ അമ്മയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ പറയുന്നു. ഇതേസമയം സജന വാഷ്റൂമിൽ സങ്കടപ്പെട്ടിരിക്കുന്നു. ഇവിടുത്തെ ഞാഞ്ഞൂലുകൾ വിചാരിച്ചാൽ പോകുന്നതേയുള്ളൂ, നീ എന്തിനാ ഇവർക്കൊക്കെ ഇത്ര വില കൊടുക്കുന്നേ, അതുകൊണ്ടല്ലേ ഇതൊക്കെ എന്ന് ഫിറോസ് ചോദിക്കുന്നു. മനസ്സ് നൊന്ത് തന്നെയാണ്, അത് മാറണം, എനിക്ക് മറ്റുള്ളവരെ പോലെ അകത്തൊന്നും പുറത്തൊന്നുമായി നിൽക്കാൻ കഴിയില്ല എന്ന് സജന പറയുന്നു. ഇതിനിടയിൽ രമ്യ കാപ്പി കുടിക്കാൻ വിളിക്കാൻ വരുന്നു. ഫിറോസിനോട് ഞാനിത് നേരത്തെ തന്നെ സൂചിപ്പിച്ചതല്ലേ എന്ന് രമ്യ ചോദിക്കുന്നു. ഞാൻ ചോദിക്കാനുള്ളത് അപ്പോൾ ചോദിച്ച് ക്ലിയർ ചെയ്യും, നമ്മളൊക്കെ എന്താ പറയാനുള്ളത് അത് അപ്പോൾ തന്നെ തീർക്കും എന്ന് രമ്യ പറയുന്നു. ഇതെല്ലാം കേട്ട് കിടിലൻ ഫിറോസ് വാഷ്റൂമിൻ്റെ മറുവശത്ത് നിൽപ്പുണ്ട്. അതേസമയം ജയിലിലുള്ള റിതു അവർ ഗെയിം കളിക്കുകയാണ് എന്ന് പറയുന്നു. ഇത് പുള്ളി മറ്റുള്ളവർക്കെതിരെ പറയാനുള്ള മാർഗമായി എടുക്കുന്നുവെന്നും 2 ലക്ഷ്യങ്ങളാണ് ഫിറോസിനുള്ളതെന്നും പറയുന്നു. പുള്ളിയെ എല്ലാവരും ആക്രമിക്കുന്നു എന്ന് വരുത്തി തീർക്കുക, രണ്ടാമതായി കിടിലൻ ഫിറോസ് എന്ന ശത്രുവിനെ സൃഷ്ടിച്ച് ഫസ്റ്റ് സെക്കൻഡ് ആവാൻ ശ്രമിക്കുക. നമ്മൾ ഇന്നലെ പൊളിച്ചു കൊടുത്തത് ഇതുതന്നെയായിരുന്നു എന്നാണ് സായിയുടെ നിലപാട്. അയാളുടെ ഷോ കാണാൻ നമ്മൾ നിന്നു കൊടുക്കേണ്ട ആവശ്യമില്ലെന്നാണ് റിത്തുവിൻ്റെ അഭിപ്രായം. അതേസമയം സന്ധ്യ ബെഡ്റൂമിൽ രമ്യയോട് ഇവർ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം മറ്റു പല പ്രശ്നങ്ങളും ഉയർന്നും വരാതെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെയും പോകുന്നുണ്ട് എന്ന് പറയുന്നു. ഉദാഹരണമായി അഡോണി സായി വിഷയവും ഡിംബൽ റിത്തു വിഷയവും സന്ധ്യയ്ക്ക് റംസാനോടുള്ള പ്രശ്നങ്ങളും എടുത്തു പറയുന്നു. ജയിലിലുള്ളവർക്ക് ഊത്തപ്പം പ്രഭാത ഭക്ഷണമായി ലഭിക്കുന്നു. ഇടയ്ക്ക് റിത്തു ജയിലിലിരുന്ന് ജയിൽവാസം വിലയിരുത്തുന്നു. ഇടയ്ക്ക് ഇങ്ങനെ കിടക്കണം, റീതിങ്ക് ചെയ്യണം, അനുഭവങ്ങളിൽ നിന്ന് പഠിക്കണം എന്ന് പറയുന്നു. പുറത്ത് ജയിലിൽ കിടക്കാൻ കഴിയാത്തതുകൊണ്ട് ഇവിടെ ജയിലിൽ കിടക്കുന്നു എന്ന് മാത്രം. പിന്നീട് ജയിൽവാസം അവസാനിക്കുകയും റംസാൻ അവർക്ക് മധുരം നൽകി സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇടഞ്ഞു നിൽക്കുന്ന സജനയെയും ഫിറോസിനെയും രമ്യതയിലാക്കാനുള്ള ശ്രമങ്ങൾ ക്യാപ്റ്റൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അവർ പലതും നിരസിക്കുകയാണെന്നും ഒരു മീറ്റിംഗ് നടത്തി ചർച്ച ചെയ്താൽ അത് വീണ്ടും ഒരു വഴക്കിലേക്ക് പോകാനിടയുണ്ടെന്നും മണിക്കുട്ടൻ മറ്റുള്ളവരെ അറിയിക്കുന്നു. എല്ലാവരും വഴക്കിലേക്ക് പോകാതെ കൺട്രോൾ ചെയ്താൽ മതിയെന്ന് കിടിലൻ ഫിറോസ് പറയുന്നു. റംസാൻ ആവട്ടെ അവർ ഇതുപോലെ പലരെയും ഹേർട്ട് ചെയ്തിട്ടുള്ളതാണെന്നും ബിഗ് ബോസിനോട് ചോദിച്ചിട്ട് എന്താണ് വേണ്ടതെന്ന് ചെയ്താൽ മതിയെന്നും അഭിപ്രായപ്പെടുന്നു. പിന്നീട് സജന ഫിറോസ്മാരോട് മണിക്കുട്ടൻ സംസാരിക്കുന്നു. എന്നെ ആർക്കും വിഷമിപ്പിക്കാൻ കഴിയില്ലെന്ന് ഫിറോസ് പറയുന്നു. എന്നാൽ സജനയുടെ ചിരി മാഞ്ഞു എന്നും പറയുന്നു. ഞാനാണ് നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്തത്, എന്നാൽ എല്ലാവരും പെങ്ങളെന്ന് വിളിച്ച് കൂടെ നിന്നിട്ട് ഇന്നലെ സജനയെ അറ്റാക്ക് ചെയ്തു, അവർ ആരെയും ഇറിറ്റേറ്റ് ചെയ്തിട്ടില്ല എന്നും പറയുന്നു. പിന്നീട് മണിക്കുട്ടൻ സജനയോട് സംസാരിക്കുന്നുണ്ട്. ഇന്നലെ വരെ മണിക്കുട്ടൻ അനുജത്തി എന്ന് വിളിച്ചപ്പോൾ അത് ഉൾക്കൊണ്ടിരുന്നു, അതുകൊണ്ട് ആണ് ഇന്ന് മുഖത്ത് നോക്കാൻ കഴിയാത്തത്. സത്യത്തിൽ കൂടെ നടന്ന് കഴുത്തറക്കുന്ന അവസ്ഥ. ഒരു പെങ്ങൾക്ക് തെറ്റുണ്ടെങ്കിൽ ഇങ്ങനെയാണോ പറയുക? ഓരോരുത്തരും പറഞ്ഞത് എൻ്റെ മനസ്സിൽ കയറിയതാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അപ്പോൾ പറഞ്ഞ് തിരുത്തിയാൽ എന്താ? ഇതെല്ലാം സജന ചോദിക്കുന്നുണ്ട്. ഏതായാലും പിന്നീട് വീട്ടിൽ ഡൈനിങ് ടേബിളിൽ വെച്ച് നടക്കുന്ന ഒരു പാട്ടിൽ സജന പങ്കെടുക്കുന്നുണ്ട്. പിന്നീട് വീട്ടിലെ ആക്ടിവിറ്റികളിലെല്ലാം സജനയും ഫിറോസും സജീവമായി പങ്കെടുക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ക്യാമറയിൽ പോയി ബിഗ് ബോസിനോട് പരാതി പറയുന്ന സായിയെ കാണാം. പൊളി ഫിറോസ് താൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്നാണ് പരാതി. ബിഗ് ബോസിൽ സായി എന്ന ആക്ടറായി നിൽക്കുക എന്നതിലും സായി എന്ന മനുഷ്യനായി നിൽക്കാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞത് സായി ബിഗ് ബോസിൻ്റെ വേദിയിൽ അഭിനയത്തിനായി ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞതായും ഫിറോസിനെ പെണ്ണ് എന്ന് പറഞ്ഞതായും കളവ് പറയുന്നു. പെണ്ണ് മോശമാണ് എന്ന് ഞാൻ കരുതുന്നില്ല, അങ്ങനെ വിളിച്ചിട്ടുമില്ല. ഇത്തവണ ലക്ഷറി പോയിന്റ് ഉപയോഗിക്കാൻ ഒരു സൂപ്പർ മാർക്കറ്റ് തയ്യാറാക്കുന്നു. അവിടെ എത്തി ഓരോരുത്തരായി അവരുടെ പോയിന്റ് അനുസരിച്ച് സാധനങ്ങൾ ശേഖരിക്കുന്നു. വേണ്ട സാധനങ്ങൾ അതിൻ്റെ ചിത്രം പതിച്ച മാതൃക അവരവരുടെ ബാസ്ക്കറ്റുകളിൽ എടുത്തിടുന്നു. ആ ടാസ്കിനെ കുറിച്ച് വീട്ടുകാർ തന്നെ പറഞ്ഞത് എല്ലാവരും എന്തെങ്കിലുമൊക്കെ എടുത്തു എന്നാണ്. അടുത്ത ആഴ്ചയിലേക്കുള്ള ക്യാപ്റ്റൻസി ടാസ്ക് നടന്നു. ആക്ടിവിറ്റി ഏരിയയിൽ തയ്യാറാക്കിയിരിക്കുന്ന ഗോൾ പോസ്റ്റിലേക്ക് തന്നിരിക്കുന്ന മാർക്കിങ്ങിൽ നിന്നുകൊണ്ട് പെനാൽറ്റി ഷൂട്ടൗട്ട് രീതിയിൽ ഗോളുകൾ അടിക്കണം. ക്യാപ്റ്റൻ എന്ന വാക്കിൻ്റെ അക്ഷരങ്ങൾ എഴുതിയ ബോളുകളാണ് നൽകപ്പെടുക. ആദ്യ റൗണ്ടിൽ ഡിംബൽ 2ഉം റംസാനും കിടിലൻ ഫിറോസും 4 വീതം ഗോളടിച്ചു.
റംസാനും കിഡിലനും ഇടയിൽ നടന്ന രണ്ടാം റൗണ്ടിൽ കിഡിലൻ ഫിറോസിന്റെ 3 ഗോളുകൾക്കെതിരെ റംസാൻ 5 ഗോളുകൾ അടിച്ച് ക്യാപ്റ്റൻസി നേടിയെടുത്തു. മത്സരത്തിന് ശേഷം ആരായാലും കുഴപ്പമില്ല എന്ന ഡിംബലും അടുത്ത നോമിനേഷനിൽ എഴുന്നേറ്റ് നിൽക്കാൻ ഒരു കാരണമായെന്ന് റംസാനും 70 ദിവസത്തേക്ക് റംസാൻ സേവായി എന്ന് കിഡിലൻ ഫിറോസും സംസാരിക്കുന്നു. 77 ദിവസം വരെ ഉറപ്പിച്ചുവെന്ന് പൊളി ഫിറോസും അഡോണിയും ചേർന്ന് മറ്റൊരിടത്തിരുന്ന് സംസാരിക്കുന്നു. ഡാസ്ലർ ബ്യൂട്ടി പ്രൊഡക്ട്സിൻ്റെ സ്പോൺസേഡ് ടാസ്ക് നടക്കുന്നുണ്ട്. 3 പേർ വീതമുള്ള 4 ടീമുകളായി പിരിഞ്ഞ് തന്നിരിക്കുന്ന ഗെറ്റപ്പുകൾക്ക് യോജിച്ച മേക്കപ്പ് നടത്തി പ്രസൻറ്റ് ചെയ്യുക. കിഡിലൻ ഫിറോസ് ആയിരുന്നു വിധികർത്താവ്. 80s ഗെറ്റപ്പിൽ സൂര്യയെ സന്ധ്യയും അനൂപും ചേർന്നൊരുക്കി. ഫാഷൻ ഷോ ലുക്കിലെത്തിയ ഡിംപിളിനെ രമ്യയും അഡോണിയും ചേർന്നാണ് സഹായിച്ചത്. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ തീമിലെത്തിയ സായിയെ മണിക്കുട്ടനും റംസാനും ഒരുക്കി. ഋതുവിനെ എൻഗേജ്മെൻറ്റ് ലുക്കിലെത്തിക്കാൻ സജ്നയും നോബിയും ഡേഞ്ചർ ഫിറോസും സഹായികളായി. സമ്മാനം പ്രഖ്യാപിക്കപ്പോഴാകട്ടെ 2 പേർ ചേർന്ന് മുഖത്ത് മേക്കപ്പ് ചെയ്യണമെന്ന നിയമം പാലിച്ച സൂര്യ, സന്ധ്യ, അനൂപ് ടീമിനായിരുന്നു സമ്മാനം. 2 പേർ ചേർന്ന് മുഖത്ത് മേക്കപ്പ് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ് ഡിംപിൾ എതിർത്തു. മത്സരത്തിൻ്റെ നിയമം അതാണെന്നും അതനുസരിച്ചാണ് തൻ്റെ വിധിയെന്നും കിഡിലൻ ഫിറോസും പറഞ്ഞു. നോളജ് വേണമെന്ന് ഡിംപിൾ പറഞ്ഞ വാക്ക് കിഡിലിനെ പ്രകോപിപ്പിക്കുന്നു. തൻ്റെ നോളജ് അളക്കാൻ തനിക്ക് അവകാശമില്ലെന്ന് കിഡിലൻ ഡിംപിളിനോട് പറയുന്നു. ഇത് ഫ്രെയിമിന് വേണ്ടിയുള്ള ചീപ്പ് ഷോയാണ് എന്ന് ഡിംപിൾ ടാസ്കിലെ നിയമങ്ങൾ തെറ്റിച്ചെന്നും തനിക്ക് ജസ്റ്റിഫിക്കേഷൻ വേണമെന്നും അല്ലെങ്കിൽ കൺഫെഷൻ റൂമിൽ പോകുമെന്നും ഫിറോസും പരസ്പരം ആഞ്ഞടിക്കുന്നു. എങ്കിൽ കൺഫെഷൻ റൂമിൽ തന്നെ പോയിക്കോളാൻ ഡിംപിൾ പറയുന്നു. ഡിംപിളിന് ഒരാളെ ചീത്ത വിളിക്കണമെങ്കിൽ ആകാം, മറ്റുള്ളവർ ആണെങ്കിൽ എതിര് പറയും. വ്യക്തിത്വ മത്സരം, റിയൽ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു. ഇത് പറയാൻ തന്നെയാണ് ഫിറോസ് കെ അസീസ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ഫിറോസ് പറയുന്നു. ജസ്റ്റിഫിക്കേഷൻ തരാൻ കഴിയില്ലെങ്കിൽ പൊതുജനം വിചാരണ ചെയ്യുമെന്ന് ഫിറോസ് എന്നാൽ ചെയ്തോട്ടെ എന്ന് ഡിംപിളും പറയുന്നു. പിന്നീടും പല വിഷയങ്ങളിലും വഴക്ക് മാറുന്നു. അവർക്കിടയിലുള്ള പല സംസാരങ്ങളും പ്ലാനിങ്ങുകളും പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവസാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബിഗ് ബോസ് പറയട്ടെ എന്ന നിലപാടിലേക്ക് ഡിംപിൾ എത്തുന്നു. ഡ്രസ് മാറണമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു. പുറത്തെത്തി ബിഗ് ബോസ് ക്യാമറയോട് സംസാരിക്കുന്നു. പിന്നീട് മണിക്കുട്ടനോടും റംസാനോടും സംസാരിക്കുന്നു. ഫൈനൽ 5 അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നു. 5 സീസൺ വരെ അവർ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞു എന്നും വരെ സംസാരിക്കുന്നു. അതേസമയം വീട്ടിലുള്ളവർക്ക് ഇത് ഡിംപിളിന് സമ്മാനം നഷ്ടമായതിലുള്ള റിയാക്ഷനോ ടാസ്കിൽ ഫ്രെയിം കിട്ടാത്തതിനുള്ള റിയാക്ഷനോ ആണ് എന്ന് വിലയിരുത്തുന്നു. പുതിയ ക്യാപ്റ്റൻ ടീമുകൾ വേർതിരിക്കുന്നുണ്ട്. സായി ടീം ലീഡറായ സൂര്യ, കിഡിലൻ ഫിറോസ്, സന്ധ്യ എന്നിവർ അംഗങ്ങളായ കിച്ചൺ ടീമാണ് ഹൈലൈറ്റ്. ഇതിനെല്ലാം ശേഷം കിഡിലൻ ഫിറോസും ക്യാമറയോട് സംസാരിക്കുന്നത് കാണാം. ഇത് ആവർത്തിക്കാതിരിക്കാൻ ഡിംപിളിന് വാണിംഗ് നൽകണമെന്നാണ് ഫിറോസിൻ്റെ പക്ഷം. രമ്യയും അഡോണിയും തമ്മിലുള്ള സംസാരത്തിൻ്റെ സമയത്താണ് എപ്പിസോഡ് അവസാനിക്കുക. സിനിമ, ടെലിവിഷൻ, നവമാധ്യമങ്ങൾ എന്നിവയുടെ വിനോദ പരിപാടികളെക്കുറിച്ചറിയാൻ വ്യൂവേഴ്സ് ഹൗസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പമുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. തുടർന്നുള്ള ചാനലിൻ്റെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കും. വീഡിയോയെക്കുറിച്ചുള്ള സഭ്യമായ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റുള്ളവർക്കായി വീഡിയോ ഷെയർ ചെയ്യുന്നത് പരിഗണിക്കുക.